Good morning, dear students. We already started our first lesson, environment. The word environment derived from the French word environ, which means neighborhood. The environment is the sum total of the surroundings of a living organism. And the components of environment, there are three important components of environment. They are natural component, human-made component, and human component, and the biotic and abiotic factors. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചത്. The natural environment. The natural environment is a combination of biotic and abiotic factors. The natural environment comprises the land, air, water, and plants and animals. Environment is a combination of biotic and abiotic factors. Biotic factor is the world of living things, and the abiotic factors is the world of non-living materials. And the natural environment comprises the land, air, water, and plants and animals. ഇതിന്റെ എല്ലാത്തിനും കൂടെ കോമ്പിനേഷൻ ആണ് നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞാൽ natural environment is a combination of lithosphere, hydrosphere, atmosphere, hydrosphere, and biosphere. The natural environment includes these four factors. They are lithosphere, atmosphere, hydrosphere, and biosphere. ഈ നാല് ഫാക്ടേഴ്സും കൂടി ചേരുന്നതാണ് നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. What is lithosphere? ലിത്തോസ്ഫിയർ ഇസ് എ സോളിഡ് ക്രസ്റ്റ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഉപരിതലത്തിലെ കാഠിന്യമേറിയ ഭാഗത്തെയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത്. ഇത് എർത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം 100 കിലോമീറ്റേഴ്സ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ താഴേക്ക് ലിത്തോസ്ഫിയർ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. ദെർ ആർ ഓഷ്യാനിക് ലിത്തോസ്ഫിയർ ആൻഡ് കോണ്ടിനെൻ്റൽ ലിത്തോസ്ഫിയർ. ഓഷ്യാനിക് ലിത്തോസ്ഫിയറും ഉണ്ട്, കോണ്ടിനെൻ്റൽ ലിത്തോസ്ഫിയറും ഉണ്ട്. അതായത് കടലിൻ്റെ അടിത്തട്ടിലും ലിത്തോസ്ഫിയർ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. ലാൻഡിൻ്റെയും വാട്ടറിൻ്റെ അടിത്തട്ടിലായിട്ടാണ് ലിത്തോസ്ഫിയർ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്സ് ആൻഡ് മിനറൽസ് കവേർഡ് ബൈ തിൻ ലെയർ ഓഫ് സോയിൽ. Lithosphere is the outermost layer of the earth. Lithosphere is the outermost layer of the earth. This made up of rocks and minerals. It is made up of rocks and minerals. അതായത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന ഏറ്റവും മുകളിലത്തെ ലെയർ, ഏറ്റവും മുകളിലത്തെ പാളിയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. നമുക്ക് കാണാവുന്ന മണ്ണ്, പാറയും കല്ലും മണ്ണും എല്ലാം നിറഞ്ഞ ഏറ്റവും മുകളിലത്തെ ഔട്ടർ മോസ്റ്റ് ലെയറിനെയാണ് lithosphere എന്ന് പറയുന്നത്. Lithosphere is the outermost layer of the earth. It is made up of rocks and minerals. It is covered by thin layer of
ചെയ്യുന്ന എർത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ലിത്തോസ്ഫിയർ ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത്. എർത്തിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന പാളിയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് റോക്സ് ആൻഡ് മിനറൽസ്. ആൻഡ് ദ അറ്റ്മോസ്ഫിയർ. Atmosphere is a layer of air that surrounds the earth. Atmosphere is a layer of air that surrounds the earth. എർത്തിനെ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്ന, എർത്തിനെ ചുറ്റപ്പെട്ട് കാണുന്ന ഒരു എയറിൻ്റെ പാളിയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ സോ മെനി ഗ്യാസസ്. ഒരുപാട് ഗ്യാസസ് കൊണ്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, എക്സെട്ര. Atmosphere is the layer of air that surrounds the earth. Atmosphere is a layer of air that surrounds the earth. എർത്തിനെ ചുറ്റിക്കൊണ്ട്, എർത്തിനെ സറൗണ്ട് ചെയ്ത് കാണാവുന്ന ഒരു എയറിന്റെ ലെയറിനെയാണ്, വായുവിന്റെ വാതക പഠനത്തെയാണ് എന്താ പറയുന്നത്, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. എർത്തിന്റെ ഏറ്റവും മുകളിലായി കാണുന്ന ഈ ഒരു ലെയറിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ എന്നാൽ എർത്തിനെ കവർ ചെയ്തുകൊണ്ട്, എർത്തിനെ ചുറ്റപ്പെട്ട് കാണുന്ന ഒരു ഗ്യാസിന്റെ ലെയർ, വാതകങ്ങളുടെ ലെയറിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. നമുക്ക് ശ്വസിക്കാനായിട്ട് ഓക്സിജൻ വേണം, നമ്മൾ പുറന്തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെ അറ്റ്മോസ്ഫിയർ കവറേജസ് വെറൈറ്റി ഓഫ് സോ മെനി ഗ്യാസസ്. അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ഗ്യാസസ് ഉണ്ട്. അങ്ങനെ എർത്തിനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു എയറിന്റെ ലെയറിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ദെൻ ഹൈഡ്രോസ്ഫിയർ. Major part of the earth is covered by water. This is why earth is called as water planet and blue planet. എർത്തിന്റെ ഭൂരിഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. അതുകൊണ്ടാണ് എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് ആൻഡ് വാട്ടർ പ്ലാനറ്റ്. അതുകൊണ്ട് എർത്തിനെ പറയുന്ന രണ്ട് പേരാണ് ബ്ലൂ പ്ലാനറ്റ്, വാട്ടർ പ്ലാനറ്റ്. ഹൈഡ്രോസ്ഫിയർ ഇസ് എൻറ്റയർ വാട്ടർ ബോഡീസ് ഓൺ എർത്ത്. ഭൂമിയിൽ കാണപ്പെടുന്ന എല്ലാ വാട്ടർ ബോഡീസിനെയും കൂടി ചേർത്താണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. വാട്ടർ ബോഡീസ് ഓൺ എർത്ത് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടു ബിലോ ദ സർഫസ് ഓഫ് എർത്ത്, അണ്ടർഗ്രൗണ്ട് വാട്ടർ ആൻഡ് സറൗണ്ടിങ് us. They are distributed into rivers, seas, oceans, snows, rain, glaciers, ice caves, etc. Is the water bodies on the earth. എർത്തിലുള്ള വാട്ടർ ബോഡീസിനെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഹൈഡ്രോസ്ഫിയർ is the water bodies on the earth. And the main sources of water bodies on earth is seas, rivers, ponds, oceans, and underground water is also a water body. Hydrosphere is the water bodies on the earth. Then biosphere. A narrow zone on the earth where land, air and water support life by interacting with each other is called biosphere. ഒരു ബയോസ്ഫിയർ എന്നാൽ ലാൻഡും എയറും വാട്ടറും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു നാരോ സോണിനാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. അവിടെയാണ് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ലിവിങ് തിങ്സ് കാണപ്പെടുന്ന ആ ഒരു ഏരിയ, ഒരു ഡൊമൈനെയാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ആ നാരോ സോണിനെയാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. Biosphere is a narrow domain. Domain means that area. Biosphere is a narrow domain that meet with lithosphere, hydrosphere and atmosphere. ലിത്തോസ്ഫിയറും അറ്റ്മോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ ഒരു ഡൊമൈനെയാണ്, ആ ഒരു ഏരിയയാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ബയോസ്ഫിയറിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന, ഈ കൂട്ടത്തിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്, അതായത് സാധാരണ നമ്മൾ മനുഷ്യർ ജീവിക്കുന്ന ഏരിയ എന്ന് പറയുന്ന ബയോസ്ഫിയർ ആണ്. കാരണം നമുക്ക് ലിത്തോസ്ഫിയറിൽ, അതായത് ഈ ലാൻഡ് പ്ലസ് അറ്റ്മോസ്ഫിയർ മീൻസ് ഗ്യാസ് ഓർ എയർ, എയർ പ്ലസ് വാട്ടർ, ഇത് മൂന്നും
കൂടി ചേരുന്ന ഏരിയയിൽ നമുക്ക് ജീവിക്കാനായിട്ട്, അതായത് ലൈഫ് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനെയാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടി ചേരുന്ന ഏരിയ. ബയോസ്ഫിയർ ഇസ് എ നാരോ ഡൊമെയിൻ ദാറ്റ് മീറ്റ് വിത്ത് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. അതായത് ലാൻഡും എയറും വാട്ടറും കൂടി ചേരുന്ന ഏരിയ ആണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. അവിടെയാണ് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്. The system formed by the interaction between the living organisms themselves and between living organisms and their surroundings is called an ecosystem. ജീവനുള്ള വസ്തുക്കൾ തമ്മിലും അവയുടെ ചുറ്റുപാടുകൾ തമ്മിലും ഉള്ള ബന്ധത്തിലൂടെ ഉണ്ടാവുന്ന ഒരു സിസ്റ്റത്തെയാണ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. It is a basic unit of the biosphere. A forest is an ecosystem. A desert is an ecosystem. A pond is an ecosystem. A river is an ecosystem. A marine is an ecosystem. അങ്ങനെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ചെറിയ ഓരോ യൂണിറ്റ്, ഓരോ ബയോസ്ഫിയറിൻ്റെ ഓരോ ചെറിയ യൂണിറ്റുമാണ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇൻ വിച്ച് ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് എബിയോട്ടിക് ഫാക്ടേഴ്സ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. ഇതിൽ ബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ട്, എബിയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ട്. അതായത് ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും തമ്മിലുള്ള ബന്ധം, അവർ തമ്മിൽ പരസ്പരം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ചുറ്റുപാടുമായിട്ട് നമുക്ക് ഒരു ആശ്രയത്വമുണ്ട്. ഇതിനെയാണ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. The interaction between the living organisms and their surroundings are called the ecosystem. The interaction between the living organisms and their surroundings are called the ecosystem. Ecosystem എന്നാൽ ഒരു ലിവിംഗ് ഓർഗാനിസം, ഒരു ജീവനുള്ള വസ്തുവും അതിൻ്റെ ചുറ്റുപാടുമുള്ള പരിസ്ഥിതിയുമായുള്ള ഇൻട്രാക്ഷനെയാണ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഈ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയും മനുഷ്യരും തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ട്. അതിനെയാണ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. Ecosystem is an interaction between the living organisms and their surroundings. അതായത് പ്രകൃതിയും മനുഷ്യർ തമ്മിലും ലിവിംഗ് ഓർഗാനിസംസ് അവർക്കിടയിലുള്ള എല്ലാവിധ റിലേഷൻഷിപ്പിനെയാണ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇക്കോസിസ്റ്റം ഈസ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ലിവിംഗ് ഓർഗാനിസംസ് ആൻഡ് ദെയർ സറൗണ്ടിങ്സ്. Let us conclude the class. What are we studying the classes? Our first lesson, environment. The word environment derived from the French word environner, which means neighborhood. Environment is a sum total of the surroundings of a living organism. Environment എന്ന് പറയുന്നത് ഒരു ജീവനുള്ള വസ്തുവിന്റെ ചുറ്റുപാടും കാണുന്ന എല്ലാത്തിനെയും കൂടി ചേർത്താണ് environment എന്ന് പറയുന്നത്. There are three components of environment. They are natural component, human-made component, and human component. Natural component are the components and organisms that already appeared in the nature and without any interaction of the human. അതായത് നാച്ചുറൽ കമ്പോണന്റ് എന്ന് പറയുന്നത് നേച്ചറിൽ തന്നെ പ്രകൃതിയിൽ തന്നെ കാണപ്പെടുന്ന മറ്റ് മനുഷ്യരുടെ ഒരു കൈകടത്തലുകളും ഇല്ലാതെ പ്രകൃതിയിൽ കാണപ്പെടുന്ന എല്ലാത്തിനെയും കൂടിയാണ് നാച്ചുറൽ കമ്പോണന്റ് എന്ന് പറയുന്നത്. ലാൻഡ്, വാട്ടർ, ഹിൽസ്, വാലീസ് എക്സെട്ര. Then human made component that are created by humans. അതായത് ബിൽഡിങ്സ്, റോഡ്സ്, പാർക്ക്, സ്കൂൾ എക്സെട്ര. Then human component is the people, family, religion, community, etc. Then the natural component comprise the lithosphere, hydrosphere, atmosphere and biosphere. Lithosphere is the
outermost layer of the earth, that is land. Then hydrosphere is the underwater bodies on the earth, that is ocean, seas, underground water, ponds, etc. Then atmosphere is the layer of air that surrounds the earth. എർത്തിനെ ചുറ്റപ്പെട്ട് കാണുന്ന ലെയർ, എയറിന്റെ ലെയറിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. Then biosphere is the narrow domain which interact with the lithosphere, hydrosphere, atmosphere. ഇത് മൂന്നും കൂടി ചേരുന്ന മീറ്റ് ചെയ്യുന്ന ആ ഒരു നാരോ ഡൊമൈനെയാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. Then ecosystem is a system formed by the interaction between the organisms, living organisms and their environment. വേൾഡ് എൻവയോൺമെന്റ് ഡേ ജൂൺ 5. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു ഡേറ്റ് ആണ്, പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ഡേറ്റ് ആണ് വേൾഡ്